കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജോത്സ്യരെ, എത്രയും വേഗം ഞങ്ങൾക്കൊരു നല്ല മുഹൂർത്തം കുറിച്ച് തരും. ശരി, നോക്കാം മോനെ. രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വളരെ നല്ല മുഹൂർത്തമുണ്ട്. അപ്പോൾ ആ മുഹൂർത്തം തന്നെ തീരുമാനിക്കുക. ആയിക്കോട്ടെ. ആ ദിവസം തന്നെ ദത്തെടുക്കൽ ഒഫീഷ്യലായി പൂർത്തിയാക്കാം. എന്താ ഏട്ടാ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം ഏട്ടൻ എടുത്തത്? പെട്ടെന്നൊന്നും അല്ലല്ലോ. വൈകുന്നേരം സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞല്ലേ. ഇങ്ങനൊരു സൊല്യൂഷൻ ആയിരിക്കും പറയുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്റെ ഈ തീരുമാനം തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? അത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും വലിയ തീരുമാനം എന്നാ? ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഉണ്ണിയുടെ ഫ്യൂച്ചറും കൂടി ആലോചിച്ച് എങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഉണ്ണി ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകും. പിന്നെ PG, പിന്നെ ജോലി. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ കയ്യൊപ്പം അവന് ആവശ്യമായി വരും. ഉണ്ണി ഇപ്പൊ ചെറിയ കുട്ടിയായതുകൊണ്ട് ചില കാര്യങ്ങൾ അവനിപ്പോൾ മനസ്സിലാകില്ല. എന്നാൽ അവന് പ്രായം കൂടുന്തോറും ഞാൻ അവന്റെ ഗാർഡിയനായിട്ട് മാത്രം സൈൻ ചെയ്യാൻ നിന്നാൽ അത് അവനൊരു ഗിൽറ്റി ഫീലിംഗ് ആവും. പിന്നെ അവനെ മുഖത്ത് നോക്കാൻ മടിയായിരിക്കും. അവന്റെ യഥാർത്ഥ അച്ഛൻ ഞാനല്ലെന്ന് അറിയുമ്പോൾ അത് അവന്റെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കും. മനസ്സുകൊണ്ട് അവൻ എന്നിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട്. എനിക്കതിലൊട്ടും താല്പര്യമില്ല. നമ്മുടെ കല്യാണം കൊണ്ട് ഉണ്ണിക്ക് അവന് നല്ലൊരു അച്ഛനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ അനുവിനും കീർത്തിക്ക് നല്ലൊരു അമ്മയെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് താൻ ഭംഗിയായി നോക്കുന്നുമുണ്ട്. അനുവിനെയും കീർത്തിയെയും താൻ സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉണ്ണിക്കും നല്ലൊരു കംഫർട്ട് സോൺ കൊടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം കൂടെയാണ്. ഏട്ടൻ പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷേ അമ്മയ്ക്ക് ഈ കാര്യത്തില് താല്പര്യമില്ലെന്നാ. എന്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാര്യത്തിൽ അമ്മയ്ക്ക് ദേഷ്യമുണ്ടെങ്കിലും പിന്നീട് അമ്മ അത് മനസ്സിലാക്കി നോർമലാവുകയും ചെയ്യും. ഭാസ്കരേട്ടൻ വന്നതിന് ശേഷം അദ്ദേഹത്തോടും കൂടി ചോദിച്ചിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്താൽ പോരായിരുന്നോ? അച്ഛൻ എന്റെ തീരുമാനം ഒരിക്കലും തടഞ്ഞിട്ടില്ല. ശരി തന്നെയാ. എന്നാലും ഒരു തവണ ഭാസ്കരേട്ടനോടും ഭാവനേച്ചിയോടും അഖിലിനോടും കാർത്തികയോടും സുമംഗലി ഇളയമ്മയോടും എല്ലാവരോടും ഒരുമിച്ച് ഏട്ടന്റെ തീരുമാനം പറഞ്ഞ് അവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് മതിയായിരുന്നു. ഒഫീഷ്യലായിട്ട് ഉണ്ണി എന്റെ സ്വന്തം മകനാവുന്നത് അവർക്കാർക്കും ഇഷ്ടപ്പെടില്ല എന്ന് താൻ കരുതുന്നുണ്ടോ? അത് എല്ലാരും തന്റെ ഭയം എനിക്ക് മനസ്സിലാവും. ഉണ്ണിയെ അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ലേ തന്റെ ഇപ്പോഴത്തെ സംശയം. ദേ നോക്ക്, നമ്മുടെ കല്യാണം നടത്തി തന്നത് അവരാണ്. നമ്മുടെ കാര്യത്തിലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും
അവരത് അംഗീകരിച്ചിരിക്കും. എന്താന്ന് വെച്ചാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യത്തിൽ എല്ലാ ഉത്തരവാദിത്വം നമുക്ക് മാത്രമല്ലല്ലോ. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻ വന്നാലും അതെല്ലാം ഞാൻ നോക്കിക്കോളാം. താൻ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. ജോത്സ്യർ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ഈ ദത്തെടുക്കൽ ചടങ്ങ് എന്തായാലും നടന്നിരിക്കും. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ പറയുന്നു, അമ്മയ്ക്കാണെങ്കിൽ ദത്തെടുക്കുന്നതിനോട് താല്പര്യവും ഇല്ല. ഇനി ഈ വിഷയത്തെ പറ്റി ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അമ്മ തെറ്റായിട്ട് വിചാരിക്കുമോ എന്തോ. വാടി പോവാം. ദത്തെടുക്കുന്ന കാര്യം നടക്കാൻ പാടില്ലെന്ന് നിന്റെ അമ്മായിയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആദ്യം ആന്റി സ്റ്റാർട്ട് ചെയ്തോ, ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം. ശരി, വാ പോവാം. എടത്തി, എന്താ ആലോചിക്കുന്നേ? ദത്തെടുക്കുന്ന കാര്യ എന്താണോ എടത്തി? ഇപ്പോഴൊക്കെ അബി എടത്തി പറയുന്ന ഒന്നും കേൾക്കില്ല. എല്ലാ കാര്യങ്ങളും അവൻ തന്നെ അങ്ങ് തീരുമാനിക്കുക. അതെ അമ്മേ, അമ്മയുടെ വാക്കിന് ഒരു വിലയും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ബാഡ് ലക്ക്, അച്ഛനും കൂടി ഇപ്പൊ വീട്ടിലില്ല. എന്തായാലും എടത്തി, ആർക്കോ ജനിച്ചൊരു കുട്ടിയെ നമ്മുടെ കുടുംബത്തിലെ പിൻഗാമി എങ്ങനെയാക്കും? പുണ്യമായ ഗംഗാനദിയില് വിഷം കലക്കുന്ന പോലെ ആവില്ലേ? അതുകൊണ്ടാണ് ആന്റി, ശുദ്ധിയില്ലാത്ത ജലം ഗംഗയിൽ കലരുന്നോണ്ടാ ഇപ്പോഴത്തെ ഗംഗാ നദി നശിച്ചു പൊക്കോണ്ടിരിക്കുന്നെ. അതുപോലെ തന്നെ നമ്മുടെ വംശവും നശിച്ചു പോകും. ഈ കുടുംബത്തിന് എന്തുമാത്രം ചരിത്രങ്ങളുള്ളതാ? ഏതെങ്കിലും ഒരു തലമുറയിൽ മറ്റൊരു രക്തം നമ്മുടെ വംശത്തെ കലർന്നിട്ടുണ്ടോ? വേറൊരാള് പിൻഗാമിയായിട്ടുണ്ടോ? എന്റെ അച്ഛന്റെ അച്ഛൻ ഈ വംശത്തിന്റെ പിൻഗാമിയായിരുന്നതാ. അതിനുശേഷം എന്റെ അച്ഛനായത്, അതിനുശേഷം എന്റെ ഏട്ടനായി, ഇപ്പോ ഭാസ്കർ, അബി, അഖിൽ പിൻഗാമിയായി. ഇവർക്ക് ശേഷമായി ഇവരുടെ മക്കൾ പിൻഗാമിയാവുകയല്ലാതെ ആർക്കോ പിറന്നൊരു ചെറുക്കനെ എങ്ങനെ എടുത്തി പിൻഗാമിയാക്കുക? ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളില്ലാത്തത് കൊണ്ട് പ്രശ്നമേ ഇല്ല. എന്നാ ഭാസ്കരേട്ടനും ഭാവനേട്ടത്തിക്കും കുട്ടികൾ ഉള്ളതല്ലേ അമ്മേ? അവരുടെ കാര്യം എന്താകും? അതുപോലെ അനുവിന്റെയും കീർത്തിയുടെയും കാര്യോ? എന്താവാനാ? അനിയൻ ചേട്ടന്മാര് 3 പേരിൽ അഭി കുറച്ച് ബുദ്ധിശാലിയും സാമർത്ഥ്യക്കാരനും ആയതുകൊണ്ട് എന്റെ ഏട്ടന് ശേഷമായിട്ട് ഈ തലമുറയിൽ അഭി ആയിരിക്കും ഈ വീടിന്റെ അവകാശി. അഭിയുടെ കുട്ടികളായിരിക്കും ഇനി നമ്മുടെ കുടുംബത്തിന്റെ പിൻഗാമികൾ. അഭി ആ ഉണ്ണിയെ ദത്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഉണ്ണിയായിരിക്കും ഈ വീടിന്റെ അവകാശി. അവനായിരിക്കും ഈ കുടുംബത്തിന്റെ നാഥനാവുക. എന്നുവെച്ചാ ഭാസ്കരേട്ടന്റെ കുട്ടികളും അനുവും കീർത്തിയും പിന്നെ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളും ഉണ്ണി പറയുന്ന കാര്യങ്ങൾ കേട്ട് വളരേണ്ടി വരുമോ? അതിന്റെ പേരല്ലേ മോളെ അവകാശി. നാളെ ദത്തെടുത്തതിന് ശേഷം സകല സ്വത്തിനും ഉണ്ണിയായിരിക്കും അവകാശിയാവുന്നത്. അപ്പൊ എല്ലാരും അവന്റെ മുന്നിൽ കൈ നീട്ടി നിൽക്കണം. അവൻ ഇട്ടുതരുന്ന ചില്ലറകളായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. ആർക്കെന്ത് വേണേലും പിച്ച യാചിക്കും പോലെ അവനോട് ചോദിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല ആന്റി. ഇത്രയും നാൾ എനിക്ക് സന്തോഷമായിരുന്നു. ഇപ്പോ ഉണ്ണിയുടെ മുൻപിൽ കൈ നീട്ടുന്നതിനേക്കാളും നല്ലത് എന്റെ മോമിന്റെ അടുത്തേക്ക് പോകുന്നതാ ബെറ്റർ. അഖിലിനെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ പോവാണെങ്കിൽ ഭാവനെ ഭാസ്കർ ഈ വീട്ടിലുണ്ടാകുന്നാണോ? സ്വന്തമായിട്ട് ഇവന്റ് ചെയ്യാൻ ഭാസ്കർ ഇപ്പൊ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഈ വീട് വിട്ട് പുറത്തേക്ക് പോയി അവരൊരു ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ തുടങ്ങി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങും.
അതെ ആന്റി, ഒരു വീട്ടില് അടിമയായിട്ടിരിക്കാൻ ആർക്കാ ഇഷ്ടാവുന്നത്? സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ആർക്കാ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത്? ഉണ്ണിയുടെ ജോലിക്കാരായിട്ട് ഞങ്ങൾക്കിരിക്കാനാവില്ല. നിങ്ങള് വീട്ടിൽ നിന്ന് പുറത്തു പോവും, ഭാവനയും വീട്ടിൽ നിന്ന് പുറത്തു പോവും. പാവം അനുവിന്റെ കീർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അത് രണ്ടും അമ്മയില്ലാത്ത മക്കള്. അവറ്റകൾ എവിടെ പോവാനാ? അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവള് കഷ്ടപ്പെട്ട് ആ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കായിരുന്നു. ഇനി അവറ്റകൾ ആര് നോക്കാനാ? ജീവിതകാലം മുഴുവൻ ഉണ്ണിയുടെ അടുത്ത് ആ പിള്ളേര് കയ്യിൽ നീട്ടി ഭിക്ഷ യാചിക്കേണ്ടി വരും. എന്റെ പേരക്കുട്ടികൾക്ക് അങ്ങനെ ഒരു ഗതി വരില്ല. ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ആവശ്യം അവർക്കുണ്ടാവില്ല. അപ്പൊ നാളെ അബി ഉണ്ണിയെ ദത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ എടുത്തി സംഭവിക്കുള്ളൂ. കൂട്ടുകുടുംബം ചെതറിപ്പോകും. അനുവും കീർത്തിയും ഭിക്ഷ യാചിക്കേണ്ടി വരും. അതിന് ദത്തെടുക്കുന്ന കാര്യം നടന്നാലല്ലേ? നടത്തിയേ പറ്റൂന്ന് അബി പറഞ്ഞല്ലേ എടുത്തി? ഞാനതിന് സമ്മതിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദത്തെടുക്കുന്ന കാര്യം തടഞ്ഞേ മതിയാവൂ. എന്ത് ചെയ്തായിരിക്കും എടുത്തി തടയാൻ പോകുന്നേ? അമ്മ എന്ത് ചെയ്താലും നമുക്കെന്താ ആന്റി? ദത്തെടുക്കുന്നതിന് എന്തായാലും തടസ്സം നിൽക്കും, അത്ര തന്നെ. അത് മതി. അങ്ങനെയല്ലടി, നിന്റെ അമ്മായിയുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ നല്ലതല്ലേ? അത് പരാജയപ്പെട്ട ഐഡിയ കൊടുക്കാം. ആര്? നിങ്ങളോ? ഒരു തവണയെങ്കിലും സക്സസ്ഫുൾ ആയി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അമ്മ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ദത്തെടുക്കുന്നത് തടയും. നമുക്ക് റിലാക്സ് ആയിരിക്കാം. ഏട്ടത്തി എന്ത് പ്ലാൻ ചെയ്തായിരിക്കാ തടയാൻ പോന്നേ? അനു, ഉണ്ണിയെ ഞാൻ ദത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് അവന്റെ സ്വന്തം മകനാവും. പിന്നെ ഈ ലോകം മുഴുവൻ ഉണ്ണിയെ എന്റെ സ്വന്തം മകനായി മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയല്ല അബി. അമ്മേ പ്ലീസ്, ഇനി ഈ കാര്യത്തിൽ ഇവിടെ ആരും സംസാരിക്കണമെന്നില്ല. അനു, നീ ഇവിടെയാണോ ഉള്ളത്? നിന്നെ ഞങ്ങൾ വീട് മുഴുവൻ അന്വേഷിച്ചു. വാ അനു, ഹോംവർക്ക് എഴുതാൻ പോവാം. എന്നെ ഹോംവർക്ക് എഴുതിപ്പിക്കാൻ നീ ആരാടാ? ഞാൻ നിന്റെ ചേട്ടനല്ലേ? അല്ല, നീ എന്നാ ഞങ്ങളുടെ അച്ഛന്റെ മകനാണോ എനിക്ക് ചേട്ടനാവാൻ? എന്താ അനു ഇത്? ഉണ്ണി നമ്മുടെ പുതിയ അമ്മയുടെ മകനല്ലേ? അവര് നമ്മുടെ അമ്മയല്ല, അതുകൊണ്ട് ഇവൻ നമ്മുടെ ചേട്ടനും അല്ല. എന്ത് പറ്റി അനു? എന്തിനെങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കുന്നേ? നിങ്ങൾ എന്നോട് മിണ്ടണ്ട. അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? നിങ്ങൾ ഞങ്ങളുടെ അമ്മയല്ല. ഈ ഉണ്ണി ഞങ്ങളുടെ ചേട്ടനല്ല. ഇവനെ കണ്ടാലേ അറപ്പാ. അങ്ങനെ സംസാരിക്കല്ലേ അനു? ഞാൻ ഇങ്ങനെ സംസാരിക്കൂ കീർത്തി? ഇവര് വന്നതിന് ശേഷം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ട് അകന്നുപോയി. അച്ഛൻ ഇപ്പൊ അമ്മൂമ്മയുടെ വാക്ക് കേൾക്കാറേ ഇല്ല. വല്യച്ഛനെ വഴക്കു പറയുന്നു. നമ്മുടെ വാക്ക് പോലെ അച്ഛൻ കേൾക്കുന്നില്ല. എന്തു പറ്റിയനു? എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ഇവരെടുത്ത് ഉണ്ണിയുടെ അടുത്തും എന്റെ അടുത്ത് സംസാരിക്കണ്ടെന്ന് പറ വല്യമ്മേ. അതിനെവരെന്താ ചെയ്തേ? എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമല്ല. ഐ ഹേറ്റ് ദം. ഇനി മുതൽ ഇവര് പാചകം ചെയ്താൽ ഞാൻ കഴിക്കില്ല. ഇവരെന്നെ ഒരുക്കാൻ വന്നാൽ ഞാൻ ഒരുങ്ങില്ല.
എന്റെ റൂം പോലും ഇവര് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഞാനിപ്പോ എന്ത് വലിയ തെറ്റാ ചെയ്ത്? ഇതൊക്കെ അനുവായിട്ട് പറയുന്നതാണോ അതോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നെ എല്ലാം അറിയാം. ഉണ്ണിയോടൊപ്പം കളിക്കില്ല, ഉണ്ണിയോടൊപ്പം ഞാൻ സ്കൂളിലും പോയില്ല, ഇവനോടൊപ്പം ഹോംവർക്കും ചെയ്യില്ല. ഉണ്ണിയെ എനിക്ക് കാണണ്ട, അത്രേ ഉള്ളൂ. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അനു. ഉണ്ണിച്ചേട്ടൻ നിന്നോട് സോറി പറഞ്ഞില്ലേ? വിട്ടേക്കനു. എന്ത് പറഞ്ഞാലും ശരി, ഉണ്ണിയെ എനിക്കിനി ആവശ്യമേ ഇല്ല. തെറ്റാനു, അങ്ങനെ സംസാരിക്കരുത്. ഉണ്ണി നിങ്ങൾക്ക് ചേട്ടനാ. ഉണ്ണി എന്താ എന്റെ അമ്മയുടെ മോനാണോ അതോ എന്റെ അച്ഛന്റെ മോനോ? അങ്ങനെയല്ലല്ലോ വല്യമ്മേ. ഉണ്ണി ഈ അമ്മയുടെ മോനാ, അപ്പോ നിങ്ങൾക്ക് ചേട്ടൻ തന്നെയാ. ഇവരെന്റെ അമ്മയല്ല, ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. ഇവരുണ്ണിയുടെ അമ്മ മാത്രമാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തെറ്റാനു. നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടല്ലേ അമ്മ ഹേർട്ടായി നിൽക്കുന്നത്. പാവം ഉണ്ണിക്ക് ഒത്തിരി വിഷമായി. നിന്റെ അച്ഛൻ കേട്ട അച്ഛനും വിഷമാവും. ഇവര് കാരണമല്ലേ ഞാൻ വിഷമിക്കുന്ന വല്യമ്മേ. എനിക്കും ഉണ്ട് വിഷമങ്ങളൊക്കെ. ഇവര് നിന്നെ സന്തോഷമായിട്ട് നോക്കുന്നതല്ലാതെ വിഷമിപ്പിക്കില്ല, കഷ്ടപ്പെടുത്തില്ല. ഈ അമ്മ നിങ്ങളെ നന്നായിട്ടല്ലേ നോക്കുന്നത്. അമ്മ തരുന്നത് തന്നെ നിങ്ങൾ കഴിക്കണം. അമ്മ തന്നെ നിങ്ങളെ റെഡിയാക്കി സ്കൂളിൽ വിടും. ഉണ്ണിയുടെ കൂടെ ഇരുന്ന് നീ ഹോംവർക്ക് ചെയ്യണം. അവന്റെ കൂടെ തന്നെ നീ കളിക്കണം. അവന്റെ കൂടെ തന്നെ സ്കൂളിലും പോണം. മനസ്സിലായോ? ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാതെ വല്യമ്മ പറയുന്നത് അനുസരിക്കണം എന്റെ ഗുഡ് ഗേള്. ഇപ്പൊ നീ നല്ല കുട്ടിയായിട്ട് പോയി ഹോംവർക്ക് ചെയ്യണം. ചെയ്യൂലേ? വാനു, ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ നാളെ സ്കൂളിലെ ടീച്ചർ വഴക്ക് പറയും. ഉണ്ണി, അനിയത്തെ കൂട്ടിക്കൊണ്ടുപോയി ഹോംവർക്ക് ചെയ്യിക്ക്. അനു, വിഷമിക്കണ്ട വസു. അനു ചെറിയ കുട്ടിയല്ലേ, അറിവില്ലാത്തോണ്ട് പറയുന്നതാ. കുട്ടികളുമായിട്ട് അടുക്കണമെന്ന് ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്താലും അതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഞാനും ഉണ്ണിയും അവരുടെ സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നേ. എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ചെറിയ കുട്ടികൾ അങ്ങനെയാ വസു. ഓരോ സമയത്ത് അവർക്ക് ഓരോ മൂഡായിരിക്കും. കുറച്ചുനാളെ മുന്നേ വരെ കീർത്തിക്കും നിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ. എന്നാ അവള് നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ? അനു അങ്ങനെ തന്നെ ആവും. കുറച്ചു ദിവസം കഴിയുമ്പോ അവളും നിന്നെ അമ്മയെന്ന് വിളിച്ചോളും. കുറച്ച് ക്ഷമയോടെ കാത്തിരുന്നാ മതി. എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാം ചേച്ചി. അവരത് മനസ്സിലാക്കി മാത്രം മതി. അവള് നിന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കും വസു. അതുപോലെ നീ അവരെ നന്നായിട്ട് മനസ്സിലാക്കണം വസു. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്സെറ്റ് ആവരുത്. ഇവരെന്റെ അമ്മയല്ല, എന്റെ അമ്മ മരിച്ചുപോയി. ഉണ്ണി ഞങ്ങളുടെ ചേട്ടനൊന്നുമല്ല. ഇവരെ കണ്ടാലേ എനിക്ക് ദേഷ്യം. അമ്മേ, എന്നെ വിളിച്ചിരുന്നോ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ അമ്മേ. നീ ഈ വീട്ടിൽ മരുമകളായിട്ടാ വന്നേ. ഇപ്പൊ ആ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ലല്ലോ അമ്മേ.
അതുപോലെ തന്നെ ഉണ്ണിയും നിന്റെ മകനായി ഈ വീട്ടിലേക്ക് വന്നു. ഇപ്പോഴും നീ ഉണ്ണിക്കൊരമ്മ തന്നെയല്ലേ? അതെ അമ്മേ. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് വന്നപ്പോ ഏത് സ്ഥാനത്തായിരുന്നോ അതേ സ്ഥാനം തന്നെ ഇപ്പോഴും ഉള്ളത്. നിങ്ങൾക്കിപ്പോ ഒരു സ്ഥാനമാറ്റം ആവശ്യമുണ്ടോ? അമ്മ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നേയില്ല. ഇങ്ങനെ അങ്ങ് പാവം പോലെ അഭിനയിക്കല്ലേടി. ഒന്നും മനസ്സിലാകാതിരിക്കാനായിട്ട് നിന്റെ അമ്മായി അറബി ഭാഷയിലോ സംസ്കൃതത്തിലോ ഒന്നല്ല പറഞ്ഞത്, പച്ച മലയാളത്തിലാ പറഞ്ഞത്. ഏട്ടത്തി നിന്നേ, ഇങ്ങോട്ട് നോക്കു വസു. ഉണ്ണി നിന്റെ മാത്രം മകനല്ല. നിങ്ങളുടെ കല്യാണത്തോടെ അബിക്കും അവൻ മകനാണ്. അബിയെ അച്ചാന്നല്ലേ വിളിക്കുന്നത്? അനുവും കീർത്തിയും അവന്റെ അനിയത്തിമാരാണെന്ന് വിചാരിക്കുന്നേ. എന്നെ അമ്മൂമ്മയെന്നും അദ്ദേഹത്തെ അപ്പൂപ്പനെന്നും ഭാസ്കറിനെയും ഭാവനയും വല്യച്ഛനെന്നും വല്യമ്മയെന്നും അഖിലിനെയും കാർത്തികയും ചെറിയച്ഛനെന്നും ചെറിയമ്മയെന്നും വിളിക്കുന്നു. അവനെന്നെ അമ്മൂമ്മയെന്നാ വിളിക്കുന്നേ. ഓൾറെഡി ഉണ്ണി ഈ കുടുംബത്തിലൊരംഗമാണ്. നമ്മളെല്ലാവരും കൂട്ടുകുടുംബമാണ്. അങ്ങനെയുള്ളപ്പോ വീണ്ടും ഒഫീഷ്യലായി ഈ ദത്തെടുക്കുന്ന കാര്യത്തിന്റെ ആവശ്യമുണ്ടോ? എന്തിനാ ദത്തെടുക്കുന്നേ? ഈ കാര്യം പൂജാരി വീട്ടിൽ വരുന്നത് വരെ എനിക്കും അറിയില്ലായിരുന്നു അമ്മ. ഒന്നും അറിയാത്തവളെ പോലെ നീ ഇങ്ങനെ സംസാരിക്കല്ലേ. നീ അറിയാതെയാണ് അബി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കണോ? നീ പറയാതെ അബി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഉണ്ണിയെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയാൻ വേളാമേ, എനിക്ക് ഈ കാര്യത്തെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞതേ ഇല്ലായിരുന്നു. അബി നിന്നോടെങ്ങനെയാ പറയാതിരിക്കുന്നേ? അബിയെ നീ മുന്താണി കെട്ടിയിട്ടിരിക്കല്ലേ? നീ പറയുന്നത് പോലെ എല്ലാം അബി ചെയ്യുന്നുണ്ട്. സ്വന്തം അമ്മ പറയുന്നത് കേൾക്കാത്ത രീതിക്ക് അബിയെ നീ അങ്ങ് മാറ്റിയെടുത്തില്ലേ? എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു. കേട്ടത്തി, വസു, ഇതൊക്കെ നീ അറിഞ്ഞിട്ട് സംഭവിച്ചതോ അതോ അറിയാതെ സംഭവിച്ചതോ എന്നെനിക്കറിയണ്ട. ഉണ്ണിയെ എന്റെ മകൻ ദത്തെടുക്കുന്ന കാര്യം എനിക്കൊട്ടും ഇഷ്ടമില്ല. എനിക്കതിൽ താല്പര്യമില്ല. അബി അവനെ ദത്തെടുത്തില്ലെങ്കിലും ഉണ്ണി ഈ വീട്ടിലെ കുട്ടിയാണ്, അബിയുടെ മകനാണ്. അനുവിന്റെയും കീർത്തിയുടെയും ചേട്ടനാണ്, ഞങ്ങൾക്ക് പേരക്കുട്ടിയാണ്. ആ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. ഇനി അങ്ങോട്ടൊരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ ദത്തെടുക്കൽ വേണ്ട.